വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ ജാഗ്രത കാണിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദാനിയുടെ വക്താവായി മാറുന്നതിൽ നിന്നും അടിയന്തരമായി സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാം ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ടു പോകുന്നത്. പൊതു താൽപര്യത്തിനും ദേശീയ താൽപര്യത്തിനും വേണ്ടി സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും താൻ കത്തയച്ചുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നടത്താത്തതുകൊണ്ടാണ് താൻ കത്തയച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ജൂലൈ 2-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ പത്രക്കുറിപ്പ് അതിൽ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ്. ഓഹരി വിൽപ്പന സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് വീണ്ടും സർക്കാരിന് കത്ത് നൽകിയെന്നാണ് ഒടുവിൽ വന്ന വാർത്ത. സർക്കാരിന് കത്ത് ലഭിച്ചോ ഇല്ലയോ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. അദാനി കമ്പനി സർക്കാരിന് വീണ്ടും കത്ത് നൽകിയതിലൂടെ ഓഹരി വിൽപ്പന സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നത് അടിവരയിടുകയാണ്. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി വിൽപ്പനക്കായി സെബിക്ക് നൽകിയ കത്ത് പിൻവലിക്കാൻ അദാനി കമ്പനി തയ്യാറായിട്ടില്ല. സർക്കാരിനെ വീണ്ടും സമീപിച്ച വിവരം സെബിയെ അറിയിക്കാനും അദാനി കമ്പനി തയ്യാറായിട്ടില്ല. ഇതിലെല്ലാം കമ്പനിയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി ജനങ്ങൾ സംശയിച്ചാൽ തെറ്റില്ല. ഗുരുതരമായ കരാർ ലംഘനമുണ്ടായിട്ടും നിയമോപദേശം തേടുമെന്നോ നിയമ നടപടി സ്വീകരിക്കുമെന്നോ മുഖ്യമന്ത്രി പറയുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ചും അദ്ദേഹം പ്രതികരിച്ചു. സ്ഥാനം അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും അതൊക്കെ കഴിഞ്ഞതാണെന്നുമായിരുന്നു പിണറായിയുടെ മറുപടി. ഏറ്റവും വലിയ പ്രത്യേകത സുതാര്യമായി നടക്കേണ്ട കാര്യങ്ങൾ എല്ലാം അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. തുറമുഖത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തുള്ള പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയായാൽ 75% വരെ ഓഹരി കൈമാറാൻ അധികാരമുണ്ടെന്നും ഇതിനെല്ലാമുള്ള സർക്കാരിന്റെ അനുമതി നൽകണം എന്നുമാണ് കത്തിലുള്ളതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് എന്താ? ഓഹരി കൈമാറ്റം 49% മുകളിൽ പോകും എന്ന സൂചനയാണ്. ഓഹരി കൈമാറ്റം ഉടമസ്ഥാവകാശത്തിന്റെ മാറ്റമായി ഓണർഷിപ്പ് ചേഞ്ച് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഏത് സാഹചര്യത്തിലും കൺസെഷൻ അഗ്രിമെന്റിന്റെ 5.3 പരിശോധിച്ചാൽ അങ്ങനെ കഴിയില്ല എന്ന് വ്യക്തമാണ്. എന്നാൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ ഈ വഴിവിട്ടി ആവശ്യങ്ങൾക്കെല്ലാം വഴങ്ങി അദാനിയുടെ താല്പര്യത്തിന് കീഴടങ്ങുമോ? അതാണ് ഇനി അറിയാനുള്ളത്. ഏജന്റ് ന്യൂസ് കണ്ണൂർ. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.